ക്രിസ്മസ് വെക്കേഷൻ എന്നും പറഞ്ഞ് ജിമ്മിൽ നിന്ന് പോന്നിട്ട് ഇപ്പം ക്രിസ്മസും കഴിഞ്ഞ് ന്യൂ ഇയറും കഴിഞ്ഞ് ഇനി ഫെബ്രുവരിയായി. ഇനിയും തിരിച്ച് ജിമ്മിൽ ചെന്നില്ലെങ്കിൽ പിന്നെ ശരീരം ഞാൻ പറയുന്ന ഒന്നും അനുസരിക്കില്ല എന്ന് ഉറപ്പായ സ്ഥിതിക്കും എൻ്റെ ആരോഗ്യം എൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് എന്നതുകൊണ്ടും വീണ്ടും ജിം റീസ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു ഹെൽത്തി ക്വിക്ക് ഡിന്നർ ഉണ്ടാക്കിയാലോ. ഇതിനെ ഒരു ക്വിക്ക് വെജിറ്റബിൾ ഓംപ്ലേറ്റ് എന്നൊക്കെ വിളിക്കാം. ഇതിനങ്ങനെ പ്രത്യേക റൂൾസ് ഒന്നുമില്ല. നമ്മൾ സാധാരണ പോലെ ആവശ്യത്തിന് എഗ്ഗ് എടുക്കുന്നു, അതിൽ കുറച്ച് പാല്, ആസ് യൂഷ്വൽ കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇതിന് ശേഷം നമുക്ക് വെജിറ്റബിൾസ് വേണം. വെജിറ്റബിൾസ് നമ്മൾ സോട്ട് ചെയ്യുന്നത് ബട്ടറിലാണ്. ഒരു പാനിൽ കുറച്ച് ബട്ടർ എടുക്കുക. വെജിറ്റബിളായിട്ട് ഞാനിവിടെ മഷ്റൂം എടുത്തിട്ടുണ്ട്. മഷ്റൂം ആദ്യം തന്നെ ഒന്ന് സോട്ട് ചെയ്യുക. മഷ്റൂം ഒന്ന് സോട്ടായി വരുന്ന സമയത്ത് നമുക്ക് ക്യാരറ്റ് ആഡ് ചെയ്യാം, ക്യാപ്സിക്കം ആഡ് ചെയ്യാം, ഒരു പച്ചമുളകും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യാം, ക്യൂക്കമ്പർ ആഡ് ചെയ്യാം. എനിക്കിപ്പോൾ ഇത് മാത്രമേ കിട്ടിയുള്ളൂ, അതുകൊണ്ട് അത് മാത്രം വെച്ച് ഞാൻ ചെയ്തതാണ്. വെജിറ്റബിൾസ് ഒരുപാടങ്ങ് കുക്കാവൊന്നും വേണ്ട, ഒന്ന് സോട്ടായാൽ മതി. അതിനകത്ത് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഓംപ്ലേറ്റ് ഉണ്ടാക്കാം. ഓംപ്ലേറ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ ബട്ടറിലാണ്. ഒരു പാനിൽ കുറച്ച് ബട്ടർ എടുക്കുന്നു. നോർമൽ നമ്മൾ ഓംപ്ലേറ്റ് ഉണ്ടാക്കുന്നു. ഓംപ്ലേറ്റ് ഒന്ന് കുക്കായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓംപ്ലേറ്റ് ഒന്ന് കുക്കായി വന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് നമുക്ക് ഓംപ്ലേറ്റിനകത്ത് വെച്ച് ഒന്ന് റാപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ വെജിറ്റബിൾ ഓംപ്ലേറ്റ് റെഡിയായി. ഒരു വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വന്ന് നമുക്കൊരു ഡിന്നറായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇത്. ഒരെണ്ണം കഴിച്ചാൽ തന്നെ അത്യാവശ്യം ഫില്ലിംഗ് ആയിരിക്കും. ഇതിൻ്റെ കൂടെ ഞങ്ങളൊരു ബനാന ഓട്സ് സ്മൂത്തി കൂടെ ഉണ്ടാക്കിയായിരുന്നു. അതിൻ്റെ റെസിപ്പി കൂടി ഞാൻ വഴിയേ ഇടാം. അപ്പം ഓക്കെ, ബൈ.